സെറിബ്രൽ പാൾസി ബാധിതയായ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകി. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കുമാണ് അന്വേഷണ ചുമതല. സംഭവം ഗൗരവമുള്ളതും അപലപനീയവുമാണെന്ന് മന്ത്രി പറഞ്ഞു. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കുട്ടിയുടെ മാതാപിതാക്കളുമായി മന്ത്രി സംസാരിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ഈ വിഷയത്തിൽ മാതൃകാപരമായ ഇടപെടൽ നടത്തുമെന്നും ഭിന്നശേഷി കുട്ടികൾക്ക് സൗഹാർദ്ദപരമായ അന്തരീക്ഷം എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഉടനടി അന്വേഷണം നടത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും തൃശൂർ ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിങ്ങോട്ടുകര ചെമ്മാപ്പള്ളി സെറാഫിക് കോൺവെന്റിലാണ് ഈ അനുഭവം ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും സ്കൂളിൻ്റെ അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടതായി വരും. ഇത്തരം കുട്ടികൾക്ക് വേണ്ടുന്ന ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സ്ഥാപന മേധാവികൾക്കുണ്ട് എന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ്. പെരിങ്ങോട്ടുകര ചെമ്മാപ്പള്ളി സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവമുണ്ടായത്. ഭിന്നശേഷിക്കാരിയായ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയ പിതാവ് മകളെ 1-ാം നിലയിൽ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട നിലയിലാണ് കണ്ടത്. സ്കൂൾ അധികൃതർ നിരുത്തരവാദപരമായി പെരുമാറി എന്നാരോപിച്ച് ഇദ്ദേഹം സാമൂഹ്യനീതി വകുപ്പിനും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും പരാതി നൽകിയിരുന്നു.